അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം എസ് ടി മോട്ടോർ സൈക്കിൾ തിരിച്ചു വന്നെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. പുതിയ 3 മോഡൽസ് ആയിട്ടാണ് എസ് ടി വന്നിട്ടുള്ളത്. അഡ്വഞ്ചർ, സ്ക്രാംബ്ലർ, അതുപോലെ തന്നെ റോഡ്സ്റ്റർ. ഈ പുതിയ 3 മോഡൽസിന്റെയും പേര് എന്ന് പറയുന്നത് നോർമലി ഉള്ള ഒരു മോട്ടോർ സൈക്കിളിന്റെ ജനറ്റിക് നെയിം ആണ്. അതല്ലാതെ എസ് ടിയുടേതായിട്ടുള്ള ഒരു ഐക്കോണിക് മോട്ടോർ സൈക്കിൾ തിരിച്ചു കൊണ്ടുവരിക അങ്ങനെയുള്ള കാര്യമൊന്നും എസ് ടി ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ കിട്ടിയിട്ടുള്ള പുതിയൊരു ഇൻഫർമേഷൻ അനുസരിച്ച് എസ് ടിയുടെ 4ാമത് മോഡൽ കൂടി വരാൻ പോവുകയാണ്. വളരെയധികം സുപരിചിതമായിട്ടുള്ള എസ് ഡി ആരാധകരുടെയൊക്കെ വളരെയധികം ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ് എസ് ഡി റോഡ് കിങ്. ഇത് ഓട്ടോഗോസ് നാൽവിൻ വർഗീസ്. എല്ലാവർക്കും ടോർക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. മോട്ടോർ സൈക്കിൾ ന്യൂസ്, ടെക്നിക്കൽ വീഡിയോസ്, മോട്ടോർ സൈക്കിൾ റിവ്യൂസ് കാണാനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മോട്ടോർ സൈക്കിൾ ഇൻഡസ്ട്രീസിലുള്ള ലേറ്റസ്റ്റ് ന്യൂസ് അറിയാനായിട്ട് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ വരാൻ പോകുന്നത് എസ് ഡിയുടെ റോഡ് കിങ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിങ്ങോട് കൂടിയിട്ടുള്ള പുതിയൊരു മോഡൽ 650cc ആയിട്ടുള്ള ഒരു മോഡൽ ആയിരിക്കും വരാൻ പോകുന്ന റോഡ് കിങ്. ഇപ്പോൾ 650cc എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏറ്റവും വലിയൊരു റൈവലായിട്ട് മാറാൻ പോകുന്നത് റോയൽ എൻഫീൽഡിന്റെ തന്നെ ഇന്റർസെപ്റ്റർ 650 അല്ലെങ്കിൽ കോണ്ടൽ GT 650ക്ക് വേണ്ടിയിട്ടാണ്. ബാക്കിയുള്ള കുറെ ബ്രാൻഡ്സും 650cc ആയിട്ടുള്ള മോട്ടോർ സൈക്കിൾ കൊണ്ടുവരുന്നുണ്ടെങ്കിലും പ്രൈസിന്റെ കാര്യത്തിൽ റോയൽ എൻഫീൽഡ് ഇന്റർസെപ്റ്ററിനായിട്ട് കോമ്പറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. പക്ഷെ എസ് ടി കൊണ്ടുവരാൻ പോകുന്ന അവരുടെ 650cc ആയിട്ടുള്ള റോഡ് കിങ് എന്ന് പറയുന്നത് ഏകദേശം റോയൽ എൻഫീൽഡ് ഇന്റർസെപ്റ്റർ അല്ലെങ്കിൽ കോണ്ടൽ GT 650യുടെ ഒക്കെ പ്രൈസിങ്ങിനോട് സിമിലർ ആയിട്ടുള്ള ഒരു മോഡൽ ആവാനാണ് ചാൻസ് ഉള്ളത്. ഇനി എസ് ടിയുടെ റോഡ് കിങ് എന്ന് പറയുന്ന മോഡൽ തിരിച്ചു വരുമെന്ന് പറഞ്ഞത് എസ് ടിയുടെ തന്നെ അല്ലെങ്കിൽ ക്ലാസിക് ലെജൻസിന്റെ കോ ഫൗണ്ടർ ആയിട്ടുള്ള അനുപം തെരേജയാണ്. അപ്പോൾ ഇന്റർസെപ്റ്ററിനായിട്ടുള്ള അടുത്തൊരു പണി തന്നെയാണ് എസ് ടി കൊണ്ടുവരുന്നത് എന്നുള്ള കാര്യം നമുക്ക് കൺഫേം ആയി. ഇനി വരാൻ പോകുന്ന 650cc ആയിട്ടുള്ള റോഡ് കിങ് എന്ന് പറയുന്ന മോഡലിന്റെ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് ഇപ്പോൾ വന്നിട്ടുള്ള എസ് ടിയുടെ പുതിയ 3 മോഡൽസിനായിട്ട് എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. ഡിഫറെന്റ് ഷാസിസ് ആയിരിക്കും, ഡിഫറെന്റ് ഡിസൈൻ ആയിരിക്കും. കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. കാരണം എസ് ടിയുടെ തന്നെ ടോപ്പ് ലൈൻ ആയിട്ടുള്ള ഒരു മോഡൽ ആയിരിക്കും റോഡ് കിങ് എന്ന് പറയുന്നത്. ഇനി വരാൻ പോകുന്ന എസ് ടിയുടെ റോഡ് കിങ് എന്ന് പറയുന്ന മോഡൽ ക്ലാസിക് ലെജൻസിന്റെ അണ്ടറിലുള്ള ബി എസ് എയും തിരിച്ചു വന്നെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഗോൾഡ് സ്റ്റാർ എന്ന് പറയുന്ന ഒരു 650cc മോട്ടോർ സൈക്കിൾ ആയിട്ടാണ് BSA തിരിച്ചു വന്നിട്ടുള്ളത്. ഇന്ത്യയിൽ ഈ ഒരു മോട്ടോർ സൈക്കിൾ ഉണ്ടാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ BSA തിരിച്ചു വരാനായിട്ടുള്ള ചാൻസ് വളരെയധികം കുറവാണ്. ഇപ്പോൾ ഈ ഒരു മോട്ടോർ സൈക്കിൾ അൺവെയിൽ ചെയ്തിട്ടുള്ളത് ഇംഗ്ലണ്ടിലാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യയിലേക്ക് BSA എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് കൊണ്ടുവരാത്തത് അല്ലെങ്കിൽ കൊണ്ടുവരാനായിട്ടുള്ള ചാൻസ് വളരെയധികം ഇല്ല എന്ന് പറയുന്നത്? BSA എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ ഒരു മോട്ടോർ സൈക്കിൾ ഇൻഡസ്ട്രിയിൽ അത്രയധികം ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രാൻഡ് അല്ല. നമുക്കറിയാം BSA നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് സൈക്കിളിലാണ്. ഇന്ത്യയിലെ BSA എന്ന് പറയുന്നത് സൈക്കിളിന്റെ ഒരു കാര്യത്തിലാണ് അത്രയധികം ഫേമസ് ആയിട്ട് നിൽക്കുന്നത്. മോട്ടോർ സൈക്കിൾ ഇൻഡസ്ട്രിയിൽ വലിയൊരു ബ്രാൻഡായിട്ട് വരാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ BSA എന്ന് പറയുന്ന ബ്രാൻഡ് ഇന്റർനാഷണൽ മാർക്കറ്റിൽ സെയിൽ ചെയ്ത് SD-യും ജാവയും ഇന്ത്യയിൽ നല്ല രീതിയിൽ സെയിൽ ചെയ്യാനായിരിക്കും ക്ലാസിക് ലെജൻസിന്റെ ഉദ്ദേശം. അതുപോലെ തന്നെ SD-ക്കും ജാവയ്ക്കും ഇന്ത്യയിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് മോട്ടോർ സൈക്കിൾ ഇൻഡസ്ട്രിയുടെ കാര്യത്തിൽ. ആ ഒരു ഇമ്പോർട്ടൻസ് BSAക്ക് കിട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ക്ലാസിക് ലെജൻസ് BSA എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാത്തത്. ഇനി BSAയിൽ യൂസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ BSAയിൽ വന്നിട്ടുള്ള ടെക്നോളജീസ് തന്നെ ആയിരിക്കും വരാൻ പോകുന്ന SD റോഡ് കിങ്ങിലും ക്ലാസിക് ലെജൻസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു 3 ബ്രാൻഡ് വെച്ചിട്ട് സുഖമായിട്ട് എഞ്ചിൻ സ്വാപ്പിംഗ് ആണെങ്കിലും ടെക്നോളജി സ്വാപ്പ് ചെയ്തിട്ടും ക്ലാസിക് ലെജൻസിന് ഡിഫറെന്റ് കൺട്രീസിൽ ബൈക്ക് സെയിൽ ചെയ്യാവുന്നതാണ്. അതവർക്ക് ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എനിക്ക് തോന്നുന്നു. ഇപ്പൊ ഏറ്റവും ആദ്യം മഹേന്ദ്ര മോജോയിൽ വന്നിട്ടുള്ള എഞ്ചിനാണ് ജാവയിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ജാവ പെരാഗിൽ വന്നിട്ടുള്ള ഒരു എഞ്ചിനാണ് STയിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോ BSA എന്ന് പറയുന്ന ബ്രാൻഡിൽ യൂസ് ചെയ്തിട്ടുള്ളത് പുതിയൊരു 650cc ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ആ ഒരു 650cc നമുക്ക് ഇനി ജാവയിലും STയിലും കാണാനായിട്ട് സാധിക്കും. സോ അതിന്റെ ഏറ്റവും ആദ്യത്തെ ഒരു മോഡലാണ് 650cc ആയിട്ടുള്ള ഏറ്റവും ആദ്യത്തെ ഒരു മോഡലാണ് STയുടെ വരാൻ പോകുന്ന റോഡ് കിങ്. ഇനി വരാൻ പോകുന്ന STയുടെ റോഡ് കിങ് എന്ന് പറയുന്നത് കമ്പയർ ടു BSAയുടെ ഒരു എഞ്ചിൻ ആണെങ്കിൽ 652cc ആയിട്ടുള്ള സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് ആയിട്ടുള്ള എഞ്ചിൻ ആയിരിക്കും. പവർ എന്ന് പറയുന്നത് 45 bhp ആയിരിക്കും. ടോർക്ക് എന്ന് പറയുന്നത് 45 Nm ഓഫ് ടോർക്ക് ആയിരിക്കും. അതുപോലെ തന്നെ ഒരു 5 സ്പീഡ് ആയിട്ടുള്ള ഒരു ഗിയർ ബോക്സ് ആയിരിക്കും. അസിസ്റ്റന്റ് സ്ലിപ്പർ ക്ലച്ചോട് കൂടിയിട്ടുള്ള ഒരു ഗിയർ ബോക്സ്. സോ ടെക്നോളജിക്കലിയും കുറച്ചും കൂടി ഇംപ്രൂവ് ചെയ്തിട്ട് ഇന്ത്യയിലെ STയുടെ റോഡ് കിങ് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഇന്റർനാഷണലി കൊണ്ടുവന്നിട്ടുള്ള BSAയുടെ റോഡ്സ്റ്റർ എന്ന് പറയുന്നത് അത്യാവശ്യത്തിന് ടെക്നോളജിക്കലി ഇംപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിൾ തന്നെയാണ്. ഇനി വരാൻ പോകുന്ന STയുടെ റോഡ് കിങ്ങിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങൾ കമ്പയർ ടു BSAയുടെ ഗോൾഡ് സ്റ്റാർ 650. സോ 650യിൽ ആ ഒരു ഗോൾഡ് സ്റ്റാർ 650യിലുള്ള ഒരുവിധം കാര്യങ്ങളൊക്കെ ST റോഡ് കിങ്ങിലും ഉണ്ടാവുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. LED ആയിട്ടുള്ള ലൈറ്റിംഗ് ആയിരിക്കും, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, USB ചാർജർ, സെമി ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് കൺസോള്, മൾട്ടിപ്പിൾ റൈഡിംഗ് മോഡ്സ്, അതുപോലെ തന്നെ നാവിഗേഷൻ. ഈ ഒരു കാര്യങ്ങളൊക്കെ ST റോഡ് കിങ്ങിലും ഉണ്ടാവുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇനി എന്നാണ് STയുടെ റോഡ് കിങ് എന്ന് പറയുന്ന ഒരു മോഡൽ ലോഞ്ച് ചെയ്യുക? 2022 ലാസ്റ്റിലോ അല്ലെങ്കിൽ 2023 ഫസ്റ്റിലാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു SDയുടെ ഫസ്റ്റ് ആനിവേഴ്സറി ആഫ്റ്റർ റീലോഞ്ചിന് ശേഷമുള്ള ഫസ്റ്റ് ആനിവേഴ്സറിക്ക് ആയിരിക്കാം ചിലപ്പോൾ SD റോഡ് കിങ് വരുന്നത്. ഇനി വരാൻ പോകുന്ന ST റോഡ് കിങ്ങിന്റെ എക്സ്പെക്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 2.6 lakh rupees ആണ് എക്സ്-ഷോറൂം പ്രൈസ്. സോ ഈ ഒരു രീതിയിൽ ഈ ഒരു പ്രൈസിങ്ങിലും വന്നു കഴിഞ്ഞാൽ റോയൽ എൻഫീൽഡ് ഇന്റർസെപ്റ്റർ 650 അല്ലെങ്കിൽ കോണ്ടൽ GT 650 ആയിട്ടുള്ള വലിയൊരു എതിരാളിയായിട്ട് മാറാനായിട്ടുള്ള ചാൻസ് ഉണ്ട്.
ഇനിയിപ്പോ റോഡ് സ്റ്റൈൽ ആയിട്ടുള്ള മോട്ടോർ സൈക്കിൾ മാത്രമാണോ റോഡ് കിങ്ങിൽ കൊണ്ടുവരുന്നത്, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു കഫേ റൈസർ ആയിട്ടുള്ള കോണ്ടൽ GT പോലുള്ള ഒരു മോഡൽ കൊണ്ടുവരുന്നുണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. റോയൽ എൻഫീൽഡിനായിട്ടുള്ള അടുത്തൊരു പണി, അങ്ങനെയാണ് എനിക്കിപ്പോൾ വരാൻ പോകുന്ന YEZDI റോഡ് കിങ്ങിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ഇനി ഇന്റർനാഷണൽ ലോഞ്ച് ചെയ്തിട്ടുള്ള BSAയുടെ ഗോൾഡ് സ്റ്റാർ എന്ന് പറയുന്ന മോട്ടോർ സൈക്കിളിന്റെ ഇമേജസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ ആ ഒരു മോട്ടോർ സൈക്കിൾ വലിയൊരു മോട്ടോർ സൈക്കിൾ ആയിട്ട് അത്യാവശ്യത്തിന് ക്വാളിറ്റി ഒക്കെ തോന്നുന്ന രീതിയിലുള്ള ഒരു മോട്ടോർ സൈക്കിൾ ആയിട്ടാണ് BSA ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. സോ ആ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ ഇന്ത്യയിൽ YEZDI റോഡ് കിങ് വന്നാൽ അതൊരു തരംഗമായിട്ട് മാറാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും ബെറ്റർ റിലയബിലിറ്റി, ബെറ്റർ ആയിട്ടുള്ള ഒരു ഡ്യൂറബിലിറ്റിയും YEZDI മോട്ടോർ സൈക്കിളിനെ ഉണ്ടാവട്ടെ എന്നുള്ള ഒരു കാര്യം മാത്രമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഈ ഒരു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഡൗട്ടും സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ, ciao.